നന്നായി പാടുകയും ചെയ്യും. പക്ഷെ ഇപ്പം പാടുന്നില്ല. ജഡ്ജസും ഓഡിയൻസൊക്കെ കേട്ട് കഴിഞ്ഞാൽ മോശമല്ലേ? അല്ലേ മീരെ? പറയൂ, എന്താ? അവിടെ വന്നു കഴിഞ്ഞു. വരൂ മീരെ, നിർണായക പാട്ടിൻ്റെ അവസാന പാട്ട് പാടാൻ ഇങ്ങടുത്ത് വന്നോളൂ. എന്തിനാ മടിച്ചു നിൽക്കുന്നത്? ഇങ്ങടുത്ത് വരൂന്ന്. എന്താ എന്താ ഒന്നും മിണ്ടാത്ത്? അയ്യോ അയ്യോ അമ്മ, നിനക്കെന്താ ഭ്രാന്താ? ആ ഓർക്കസ്ട്രക്കാർ കാശ് കൊടുത്തോ? പൊട്ടാൻ. നിങ്ങളിവിടെ കെട്ടിപ്പൂട്ടിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എത്രയായി? 2500. പിന്നെ ബോക്സൊക്കെ അഴിച്ചെടുത്തില്ലേ? അകത്ത് റിഹേഴ്സൽ എടുക്കുക. നമുക്ക് പിന്നെ കാണാം കേട്ടോ, കുറച്ച് തിരക്കുണ്ടേ. മീരെ, അന്ന് എലിമിനേഷന് കണ്ടപ്പോൾ മീര എടുത്ത ആ മഞ്ഞ ചുരിദാർ, നീല ബ്ലൗസും പച്ച ദുപ്പട്ടയും എന്ത് നല്ല ചേർച്ചയായിരുന്നു. അന്ന് എന്തിനാണ് ഇത്ര കരഞ്ഞത്? അത് എലിമിനേഷൻ ആയിരുന്നില്ലേ? ഔട്ടായാൽ ട്രോഫി കിട്ടുന്ന എലിമിനേഷൻ. എന്താന്നും പാടാത്തത്? ഞാൻ നജീബ് പാടിയ പാട്ടിൻ്റെ വരികൾ ഓർക്കായിരുന്നു. ഈ വരികളാണല്ലോ എപ്പോഴും പ്രശ്നം അല്ലേ? അല്ലാതെ പണ്ട് മുതലേ പാട്ടുകാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഞാൻ ഈ റിയാലിറ്റി ഷോയ്ക്ക് വന്നത്. പിന്നെ എലിമിനേഷൻ്റെ കാര്യം എന്തായി? അല്ല, ഇതാ എൻ്റെ വക ഒരു ഓണസമ്മാനം. അയ്യോ മാറിപ്പോയി. പിന്നെ ഓഡിയേഷൻ്റെ കാര്യം എന്തായി? അടുത്ത റൗണ്ടിലേക്കുള്ള പാട്ടിൻ്റെ ഓഡിയേഷൻ. ആ പാട്ട് ബുക്ക് എടുത്തുകൊണ്ട് വരൂ. എടുത്തുകൊണ്ട് വരൂ. അല്ലെങ്കിൽ വേണ്ട, നാളെ എടുത്താൽ മതി. ഇപ്പം എല്ലാവരും ഉറങ്ങിക്കാണും. ഈ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയില്ല. മീരയ്ക്ക് പേടിയുണ്ടോ? ഉണ്ടോ മീരെ? പറയൂ, ഉണ്ടോ?